ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞ് ഇഫ്താർ പാർട്ടിയാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല, ഉമ്മയും പപ്പയും ഇപ്പം നിൽക്കുന്ന വീട്ടിൽ, അതായത് ഓഫീസിൽ തന്നെ ഒരു വീട് പോലെ ആയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഇഫ്താർ പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയട്ടോ. ഞാനും അഫി എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മയും താത്തയും, താത്ത എന്ന് പറഞ്ഞാൽ അഫിൻ്റെ പെങ്ങളാണ് നാത്തൂന്, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലൊന്നും എൻ്റെ ഒരു കൈസഹായം പോലും ഇല്ല, കാരണം എനിക്ക് ഇതിൽ വലിയൊരു ഐഡിയ ഇല്ല. ഉമ്മയും അവർ നല്ല കുക്കാണ്, അത്യാവശ്യം ഇങ്ങനത്തെ സ്നാക്സൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും, സൂപ്പറാണ്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സ്നാക്സൊക്കെ അത്ര ടേസ്റ്റോടെ കഴിക്കാൻ തുടങ്ങി. ഇന്ന് സ്പെഷ്യലായിട്ടും ഉമ്മൻ്റെ കല്ലുമ്മക്കായ കടുക്ക നിറച്ചത്, അതൊരു ഒന്നൊന്നര ഐറ്റമാണ്. ഇത്രയും രുചിയിൽ ഞാൻ വേറെ എവിടെ നിന്നും കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല. പിന്നെ ഇതാ സമൂസയുണ്ട്, പിന്നെ ചട്ടിപ്പത്തിരി അല്ല, എന്തായിരുന്നു, കടലക്കപ്പത്തിരി ഉണ്ട്, പിന്നെ ഉന്നക്കായ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഓഫീസിൽ ഞാൻ പറഞ്ഞില്ല, ഒരു വീടാണ്, വീട്ടിൽ ഒരു ഓഫീസ് സെറ്റ് ചെയ്താണ്. ഇവിടെ തന്നെ അപ്പോൾ ഉമ്മയൊക്കെ നിൽക്കുന്നത്, കാരണം അതിന് ചുറ്റും നമ്മളൊരു നേഴ്സറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും പപ്പയും നാത്തൂനും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനൊരു പാർട്ടീനെ നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ ഐഷും നാത്തൂൻ്റെ മക്കളും എല്ലാവരും വന്നിട്ട് അവർക്കുള്ള ഫുഡ് റെഡി ആവുന്നുണ്ട്. അവർക്ക് പൂരിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമൂസയൊക്കെ ഉമ്മ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. ഇതൊന്നും നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒന്നുമല്ല, എല്ലാം പരത്തി ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് പരത്തിയിട്ട് ഷീറ്റ് ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഉമ്മേൻ്റെ സമൂസ, ഉമ്മേൻ്റെ ബീഫ് സമൂസയൊക്കെ പൊളിയാണ്, ഭയങ്കര പൊളിയാണ്, നല്ല രസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും ടേസ്റ്റിൽ സമൂസയും കല്ലുമ്മക്കായൊക്കെ നിറച്ചത് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് തിന്നാൻ തുടങ്ങിയത്. അങ്ങനെ ഇതാ ഒരു സൈഡിൽ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെമ്മീൻ റോസ്റ്റാണ്, ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ മെയിൻ ഡിഷായിട്ട് കൊടുക്കുന്നത്. അപ്പം ചിക്കൻ കഴിക്കാത്ത ആളുകൾക്ക് റൈസിൻ്റെ കൂടെ ചെമ്മീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഐഷും ഒക്കെ അവിടെ വേറെ ഫുഡിൻ്റെ പരിപാടി അവരത് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മെയിൻ ജോലി എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പിന്നെ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഉമ്മ തന്ന പണി ഇതായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഓരോ ടേബിളിലേക്കുള്ളത് സെറ്റ് ചെയ്ത് വെക്കണം. ആ ഒരു ജോലി ആഫിക്കാണ്. ഞാൻ പറയുന്നത് അറിയോ, അതൊരു കൂട്ടാക്കിയിട്ടാണ് വെക്കുക. ഓരോരോ കൂട്ടം കൂട്ടാക്കി ഇതാണ് ഒരു സംഭവം. എത്ര ഈസി ആയിട്ട് പരിപാടി, എത്ര രസമുള്ള പണിയാണ്. എന്താണ്, എന്തൊരു ഡ്രിങ്ക് എന്ന് പറഞ്ഞത്? മുഹബത്ത് കാ സർബത്തില് പാലും പാൽപ്പൊടിയും കസ്കസും മിൽക്ക് മെയ്ഡോ നമ്മള് റുവാസ മാത്രം ഒഴിച്ചിട്ടില്ല. അല്ല, മിൽക്ക് മെയ്ഡ് വേണമെന്നല്ല പഞ്ചസാര. എന്റെ പെണ്ണുങ്ങളെയൊക്കെ കാണിച്ച് പബ്ലിക് ആക്കി. നിങ്ങൾ പെണ്ണുങ്ങളെ മുഖം കാണിക്കാറില്ല ഇല്ലേ? ഒരു നിമിഷം പോലെ അങ്ങനെ ഇതാ നമ്മൾ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 10 ടേബിളിലേക്കുള്ളതാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രൂട്ട്സും നമ്മുടെ എണ്ണക്കടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോന്നൊക്കെ എടുത്ത് വെക്കണം, അത്രയേ ഉള്ളൂ. ഏകദേശം ബാങ്ക് കൊടുക്കാനായി, ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെ. നമ്മുടെ ഉമ്മൻ്റെ സ്പെഷ്യൽ ഫസ്റ്റ് ഐറ്റം കല്ലുമ്മക്കായ. ഇതാട്ടോ ഇവിടുത്തെ ഏറ്റവും മാസ്റ്റർ പീസ് ഉമ്മാൻ്റെ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ വേറെ കഴിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കടലക്കപ്പത്തിരി, ഉന്നക്കായ, ഇത് ചിക്കൻ സമൂസ, ചിക്കൻ സമൂസ, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്. കേട്ടോ, ഓരോ ഫാമിലിയും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചായയും പലഹാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടോ മെയിൻ ഡിഷിലോട്ട് പോയത്. മെയിൻ ഡിഷായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി മാത്രം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഓഫീസിലെ സ്റ്റാഫും അവരുടെ ഫാമിലിയും പിന്നെ ഓഫീസിലെ ലേബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പോകുന്ന ഒരു സംഭവം ബിരിയാണിയാണല്ലോ. അപ്പോൾ അതാ ഉമ്മ ദമ്മൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് വേണ്ടി മാത്രമല്ല
കാട്ടിക്കുട്ടത്തൊക്കെ ഹസ്ബൻഡ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയി. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നേക്ക് വരെ ടാറ്റാ ബൈ ബൈ.